സഭയുടെ മാത്രമല്ല മറ്റിതര സഭകളുടെയും ഇതര സമുദായങ്ങളുടെയും ആദരവ് പിടിച്ചു പറ്റാൻ തിരുമേനി കഴിഞ്ഞിട്ടുണ്ട്. തിരുമേനി വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് നേട്ടങ്ങൾക്ക് വേണ്ടി പോരാടി അദ്ദേഹം റിസർച്ച് ചെയ്ത് തന്നെ ആ വിഷയത്തിലാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് മാത്രമല്ല തിരുമേനി മദ്യത്തിനെതിരെയുള്ള വലിയ പോരാട്ടം നടത്തിയ നമ്മൾ പലപ്പോഴും നമ്മുടെ ഇത്തരം വേദികൾ വൈരുദ്ധ്യത്തിൻ്റെതാണ്. കാരണം തിരുമേനിയുടെ ജൂബിലി ആഘോഷിച്ചുകൊണ്ടുള്ള പരിപാടി ജോഷുവ തിരുമേനി മദ്യത്തിനെതിരെ പോരാടിയെന്നാണ് ഇവിടെ ഇരുന്ന പിതാക്കന്മാർ പലരും പറഞ്ഞത്. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് എല്ലാ മദ്യഷാപ്പുകൾ അടയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന തിരുമേനിയുടെ മുമ്പിൽ ഒരു ദിവസം 2 മദ്യഷാപ്പെങ്കിലും ബിവറേജുകാർ തുറക്കാൻ ആവശ്യപ്പെടുന്ന ബാലഗോപാലാണ് ഉദ്ഘാടനം ചെയ്തത് എന്നുള്ളതൊരു വൈരുദ്ധ്യം തന്നെയാണ്. ഈ ലോകത്ത് മദ്യപാനികളെക്കാൾ കൂടുതൽ ഒരു ഷാപ്പ് തുറക്കണേ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ ഉള്ളത് ബാലഗോപാലാണ്. കാരണം നാളത്തേക്ക് ശമ്പളം കൊടുക്കണമെങ്കിൽ ഒരു 2 ഷാപ്പ് കൂടെ തുറന്നാലേ പറ്റുമെന്ന് ചിന്തിക്കുന്ന ആ ഒരു വൈരുദ്ധ്യം നമ്മളിവിടെ പ്രകടമാവുകയാണ്. തിരുമേനി പോരാടിയതെല്ലാം ഷാപ്പ് അടയ്ക്കാൻ, എന്നാൽ ഉദ്ഘാടനം ചെയ്ത ആൾ ഷാപ്പ് തുറക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് നമുക്ക് ഏറ്റവും രസകരമായ ഒരു ജൂബിലി ആഘോഷമായി നമ്മളിതിനെ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ ബാലഗോപാൽ ഇപ്പോൾ ഇരിക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ അദ്ദേഹം ആഗ്രഹിക്കത്തില്ല. ഇപ്പോൾ ഇരിക്കുന്ന പദവിയിൽ അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹം സ്ഥാനത്ത് ആരിരുന്നാലും ഇനി തിരുമേനി തന്നെ അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്നാലും അയ്യോ എന്നാൽ പിന്നെ അതാ നല്ലതെന്ന് വിചാരിക്കും. അപ്പോൾ അതല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല അടുത്തടുത്തിരിക്കുന്ന ആളുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഷാപ്പുകളെല്ലാം അടയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി സമരം ചെയ്യുകയും ചെയ്യുന്ന തിരുമേനിയും തൊട്ടടുത്ത് പിതാക്കന്മാരുടെ നടുവിലായിട്ട് പുതിയ ഷാപ്പുകൾ തുടക്കണേ എന്ന് ആഗ്രഹിക്കുന്ന ബാലഗോപാലി ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഈ വേദി 25 വർഷത്തെ ഈ ആഘോഷം കേരളത്തിലെവിടെ മാവേലിക്കര ഭദ്രാസനത്തിലൊക്കെ അദ്ദേഹത്തിന് സ്വീകരണം നൽകി ജൂബിലി ആഘോഷം നടത്തി. പക്ഷെ കൊട്ടാരക്കരയിലെ ജൂബിലി ആഘോഷമാണ് ഏറ്റവും ഗംഭീരമായത് എന്ന് ഞാൻ ഓർക്കുകയാണ്. വളരെ സന്തോഷത്തോടെ ചിരിക്കുന്ന മുഖമുള്ള നമ്മുടെ ജോഷുവ തിരുമേനിക്ക് എന്നും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു അത്യാഗ്രഹം, എൻ്റെ ഒരു അത്യാഗ്രഹം പറയണം കേട്ടോ. 50 വൈദിക നയത്തിൻ്റെ 50-ാം വാർഷികം ഉടനെ വരുന്നുണ്ടെന്ന് തിരുമേനി പറഞ്ഞു. എൻ്റെ അഭിപ്രായത്തിൽ ഈ തിരുമേനി ജോഷുവ പിതാവിൻ്റെ ബിഷപ്പായതിൻ്റെ 50-ാം വാർഷികം നമുക്ക് സംഘടിപ്പിക്കുകയും അതിൽ എനിക്കൂടി പങ്കെടുക്കാൻ കഴിയണം എന്നുള്ള എൻ്റെ ഒരു അത്യാഗ്രഹവും ഞാൻ അവതരിപ്പിക്കുകയാണ്. കാരണം അത്ഭുതപ്പെടാനില്ല. കാരണം നമ്മുടെ ക്രിസോസ്റ്റം തിരുമേനി 105 വയസ്സ് വരെ ജീവിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, തിരുമേനിക്ക് പറ്റും. അതിനെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുവരെയും ആരോഗ്യവും ആയുസ്സും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങളും അദ്ദേഹത്തിന് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്നെ ഈ ചടങ്ങിൽ ക്ഷണിച്ചതിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.